അർച്ചന, ഗുഡ് മോർണിംഗ്. കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നവരാണ്. മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് നഗരപ്രദേശങ്ങളിൽ. അപ്പോൾ നഗരപ്രദേശങ്ങളെ ഈ സ്വകാര്യ ബസ് പണിമുടക്ക് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഉൾനാടൻ ഗതാഗതം എന്ന നിലയ്ക്ക് ബസ്സിനെ ആശ്രയിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാഹചര്യം എന്താണ്? ഏത് രീതിയിലാണ് കൊച്ചിയിൽ സ്വകാര്യ ബസ് പണിമുടക്ക്? വിനിഷ, നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റില ഹബ്ബിലെ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KSRTC ബസ്സുകൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കാണുന്ന യാത്രക്കാർ ഈ ബസ് സ്റ്റാൻഡിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്രത്തോളം KSRTC സർവീസുകളാണ് ഇന്ന് പ്രധാനമായും സർവീസ് നടത്തുന്നത്. അതേസമയം തന്നെ സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഈ നിരത്തിൽ നമുക്കറിയാം നീണ്ട നിരയായി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഒരു ബസ് പോലും ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. പൂർണ്ണമായും ഈ ബസ് പണിമുടക്കുമായി സഹകരിച്ചാണ് അവർ ഇത്തരത്തിൽ പൂർണ്ണമായും ഈ ബസ് പണിമുടക്കിൽ പങ്കാളികളായിരിക്കുന്നത്. ഇപ്പോൾ KSRTC ബസ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. കാരണം വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളാണ്. അവിടെയെല്ലാം തന്നെ KSRTC അധികമായി സർവീസ് നടത്തുന്നതുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ഈ ബസ് സ്റ്റാൻഡിലുണ്ട്. കൊച്ചിയുടെ വിവിധ നഗരപ്രദേശങ്ങളിലേക്കും KSRTC സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിസന്ധി ഇപ്പോൾ ഇവരെ സംബന്ധിച്ചില്ല. കാരണം പലരും ഇപ്പോൾ KSRTC ബസ്സിനെ ആശ്രയിക്കുകയാണ്. അവർ പലരും KSRTC ബസ്സിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ അധിക സർവീസുകൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ യാത്രക്കാർ ഒരുപാട് പേര് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ പല ബസ്സുകളിലായി കയറി പോയിട്ടുമുണ്ട്. ചേട്ടാ, എങ്ങോട്ടാണ് പോകേണ്ടത്? ചെങ്ങന്നൂർ ബസ്സിൻ്റെ അല്ല KSRTCക്ക് പോകുന്നത്. KSRTC ഇത്തരത്തിലാണ് യാത്രക്കാരെല്ലാം തന്നെ KSRTC ബസ്സിനെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അധിക സർവീസുകളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം പലയിടങ്ങളിലേക്കായി പോകേണ്ട സർവീസുകൾ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. യാത്രക്കാരുടെ ഈ അത്യാവശ്യവും അവരുടെ ദുരിതവും കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് KSRTC എത്തിയിരിക്കുന്നത്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് പണിമുടക്ക് ഇന്ന് നടത്തിയിരുന്നത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ പരിഹാരമായില്ലെങ്കിൽ, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളും ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. എന്തായാലും സ്വകാര്യ ബസ് പണിമുടക്കുമ്പോഴും KSRTC അധിക സർവീസ് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരിതത്തിലേക്ക് എറണാകുളത്തെ സംബന്ധിച്ച് ജനങ്ങൾ പോയിട്ടില്ല. മാത്രമല്ല മെട്രോ സർവീസ് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. എന്തായാലും പലയിടങ്ങളിലായിട്ട് പോകേണ്ട, അതായത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ ചില യാത്രക്കാർ ദുരിതത്തിലായിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ KSRTC അധിക സർവീസ് നടത്തുന്നതോടെ ജനങ്ങൾക്ക് വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട്. വിനിഷ.